ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 4 സ്റ്റെപ്പ് കാര്യങ്ങളാണ്. നമ്മളിത് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തൊക്കെയാണോ ലക്ഷ്യങ്ങൾ, അതായത് ഗോൾസ്, അത് പെട്ടെന്ന് അതിലേക്ക് തന്നെ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ നമ്മളൊരു 10 അഫോമേഷൻസ് പറയാം. ഈ അഫോമേഷൻസ് വെച്ചാൽ നമ്മുടെ ഇമോഷണൽ ഫ്രീക്വൻസി പെട്ടെന്ന് വൈബ്രേറ്റ് ആവുന്ന ഒരു കാര്യമാണ് ഈ അഫോമേഷൻ പറയാന്ന് വെച്ചാൽ. അപ്പം നമ്മൾ പെട്ടെന്ന് രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന, റാൻഡമായിട്ട് പറയാൻ പറ്റുന്ന ഒരു 10 കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അപ്പം നമ്മുടെ ഹസ്ബൻഡിനാവാം, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കാവാം, നമ്മളിപ്പം നമ്മുടെ കണ്ണിനാവാം, നമ്മൾക്ക് നടക്കാൻ പറ്റുന്നതിനാവാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അടുക്കളയിലോട്ട് ചെല്ലുമ്പം അടുക്കളയിലിരിക്കുന്ന പാത്രങ്ങൾക്കാവാം. അപ്പം എന്തുമാകാം, നമുക്കൊരു 10 ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു ഫോർ മൈ ലൈഫ് പാർട്ട്ണർ, താങ്ക് യു ഫോർ മൈ ചിൽഡ്രൻ, താങ്ക് യു ഫോർ മൈ ഐസ്, താങ്ക് യു. അങ്ങനെ എന്തുമാകട്ടെ ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് രാവിലെ പറയണം, രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ പറയണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു 5 ലോങ് ടേം ഗോൾസും 5 ഷോർട്ട് ടേം ഗോൾസും അത് നമ്മൾ എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു 5 ലോങ് ടേം ഗോൾസ് എന്ന് വെച്ചാൽ നമുക്കൊരു 5 വർഷം കൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ചിലപ്പോൾ നമുക്ക് 5 വർഷം കൊണ്ട് 5 വർഷത്തിനുള്ളിൽ നമുക്കൊരു വീട് വെക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാർ വാങ്ങിക്കുന്നതാവാം, എന്ത് വാങ്ങിക്കോട്ടെ. അതിനൊരു 5 അഫോമേഷൻസും കൂടി എഴുതുക. അതായത് എനിക്ക് എൻ്റെ വീട് കിട്ടിയതിന് നന്ദി, എനിക്ക് എൻ്റെ കാറ് കിട്ടിയതിന് നന്ദി, അങ്ങനെ ഒരു 5 അഫോമേഷൻ. ഷോർട്ട് ടൈം ഗോൾസ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകുന്നതായിരിക്കാം. ഇപ്പം നമുക്കൊന്ന് ഇപ്പം കോട്ടയത്തോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര പോകുന്നതായിരിക്കും. അപ്പം നമുക്ക് അവിടെ പോകാൻ സാധിച്ചതിന് നന്ദി. ഇപ്പം നമുക്കൊരു ഡ്രസ്സ് വാങ്ങിക്കുന്നതാവാം, നമുക്ക് ആ ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റിയതിന് നന്ദി. അങ്ങനെ ഒരു, അതായത് ലോങ് ടേമും ഷോർട്ട് ടേമും അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്തിട്ട് അതിന് അഫോമേഷൻസ് എഴുതണം. മൂന്നാമത്തെ സ്റ്റെപ്പ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഇമോഷണൽ ഫീലിംഗ്. അന്നത്തെ ദിവസത്തെ ഇമോഷണൽ ഫീലിംഗ് എന്താണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതേണ്ടത്. അതായത് നമുക്ക് ചിലപ്പോൾ അന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്കന്ന് സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നതാവാം, അല്ലെങ്കിൽ നമുക്കന്ന് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും. അപ്പം നമ്മളൊരു 5 10 നമ്മൾ അത് എഴുതാം. അതായത് ഐ എം ഹാപ്പി, ഐ എം സക്സസ്ഫുൾ, ഐ എം കോൺഫിഡൻറ്റ്, ഐ എം റീച്ച്, അങ്ങനെ എന്തുമാകാം. അങ്ങനെ ഒരു 10 കാര്യങ്ങൾ എഴുതുക. നാലാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ അന്ന് ചെയ്യേണ്ട ടാസ്കുകൾ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അന്ന് ചെയ്യേണ്ടതെന്ന് 4 ഏരിയാസിലാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 4 ഏരിയാസാണുള്ളത്. ഹെൽത്ത്, ആരോഗ്യം, റിലേഷൻഷിപ്പ്, അതുമായിട്ട് ബന്ധങ്ങൾ, മൂന്നാമത്തെ വെച്ചാൽ കരിയർ, നാലാമത്തെ എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, മണി. ഈ 4 ഏരിയാസിൽ നമ്മൾ അന്ന് എന്തൊക്കെ ടാസ്കുകളാണ് ചെയ്യുന്നത്. ഹെൽത്തിൽ, ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതായത് നമ്മളൊരു 10 മിനിറ്റ് എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഞാൻ ജിമ്മിൽ പോകും. അത് നമ്മൾ എഴുതണം. അത് എഴുതിയെങ്കിൽ മാത്രമേ നമുക്കന്നത് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധങ്ങൾക്ക് വേണ്ടി അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ ചിലപ്പം നമ്മുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് ഒരു 1/2 മണിക്കൂർ സംസാരിക്കും, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറുമായിട്ട് 1/2 മണിക്കൂർ നടക്കാൻ പോകും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ അച്ഛനെ വിളിക്കും, ഫോൺ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ ഫോൺ വിളിക്കും, എന്തുമാകാം. നമ്മുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ടാസ്ക് അത് എഴുതുക. അടുത്തത് മൂന്നാമത്തെ കരിയർ, അതായത് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നമ്മൾ അന്ന് എന്ത് ചെയ്യും. അതായത് ഞാൻ ഇന്ന് 8 മണിക്കൂർ ജോലിക്ക് പോകും. നമ്മൾ സാധാരണ എങ്ങനെയാണ്, രാവിലെ നമുക്കൊരു ജോലി സമയം ഉണ്ടാവും, നമ്മൾ രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അതിൽ ഒരു എന്താ പറയുക, അങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മളത് അങ്ങനെയല്ല, നമ്മൾ ഇൻറ്റൻഷനലി, അതായത് എനിക്കത് ചെയ്യണം, 8 മണിക്കൂർ ഞാൻ ഇന്ന് എൻ്റെ ജോലി ചെയ്യും, അത് ഇൻറ്റൻഷനലി ഞാനത് ചെയ്യും എന്ന് നമ്മളത് എഴുതണം. അപ്പം നമ്മൾ ആ 8 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ടാസ്ക് ഫുൾഫിൽ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ മണിക്ക് വേണ്ടിയിട്ട്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതാണ് അടുത്ത ടാസ്ക് നമ്മുടെ. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും, ഇപ്പം നമുക്ക് ഒരു മാസം ഇപ്പോൾ ഒരു ശമ്പളം കിട്ടും, 1 ലക്ഷം രൂപ നമുക്ക് ശമ്പളം ഉണ്ടാവും നോക്കും. ആ ശമ്പളം 30 ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്യുമ്പം എത്ര രൂപയാണോ കിട്ടുന്നത്, അപ്പം നമ്മളത് എഴുതുക. എനിക്കിന്ന് ഇത്ര രൂപ ഞാൻ ഉണ്ടാക്കും. അതായത് നമ്മൾ ഇന്ന് ജോലിക്ക് പോയെങ്കിലല്ലേ നമുക്ക് ആ ശമ്പളം, ഇന്നത്തെ ശമ്പളം കിട്ടുള്ളൂ. ഇന്ന് ഇത്ര രൂപ ഞാൻ ഉണ്ടാക്കും, അതിൽ നിന്ന് ഇത്ര രൂപ ഞാൻ സ്പെൻഡ് ചെയ്യും, അതായത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കും, ഇത്ര രൂപ ഞാൻ സേവ് ചെയ്യും. ഇതും നിങ്ങളത് എഴുതി വെക്കണം.
അങ്ങനെ നമ്മളത് ഡെയിലി ഒരു 30 ദിവസം, എനിക്കൊന്നൊരു 10 മിനിറ്റ് മതിയായിരിക്കും നമുക്ക് ഈ ഒരു 4 ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അഫർമേഷൻസ് പറയാം, നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യുക, നമ്മുടെ ഇമോഷണൽ ഫീലിങ്സ് എന്താന്ന് പറയാം, നമ്മുടെ 4 ഏരിയാസ്, അതായത് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും കാര്യങ്ങൾ നമ്മൾ രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ ചെയ്താൽ നമ്മുടെ ഇമോഷണൽ ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു 30 ഡേയ്സ് എനിക്കൊപ്പം നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ? നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.